പാർക്കുന്നവൾ കവർച്ച പങ്കിടുന്നു. വിമൺ ഹൂ റിസൈഡ് ഇൻ ദ ഹൗസ് ഡിവൈഡ് ദ പ്ലണ്ടർ. അത് വീണ്ടും സങ്കീർത്തനം 68 തന്നെയാണ് എടുക്കുന്നത്. കർത്താവ് നമുക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്ത വചനങ്ങൾ ആത്മാവ് പറയുകയാണ്. ഇങ്ങനെയാണ് വായിക്കുന്നത്: സൈന്യങ്ങളുടെ രാജാക്കന്മാർ ഓടുന്നു ഓടുന്നു, വീട്ടിൽ പാർക്കുന്നവൾ കവർച്ച പങ്കിടുന്നു. എന്നാൽ ഇംഗ്ലീഷിൽ അങ്ങനെയല്ല, വിമൺ എന്ന് എഴുതി. പക്ഷെ മലയാളം തർജ്ജമയിൽ വിമൺ എന്നാണ്, അല്ലാത്തടത്ത് മാൻ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം പക്ഷേ മനസ്സിലാക്കേണ്ടത്, ഒറിജിനലി ബൈബിള് ട്രാൻസ്ലേറ്റ് ചെയ്തത് ഗ്രീക്കിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോഴത്തേക്ക് അത് കറക്റ്റായിട്ട് അതിൽ നിന്ന് നമ്മൾ മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യായിരുന്നു. ഇംഗ്ലീഷ് ലാറ്റിൻ നിന്ന് മാറ്റി എഴുതിയപ്പോൾ ജർമ്മൻ അങ്ങനെ പോയി, ജർമ്മൻ ഭാഷയിൽ വന്ന് ലാറ്റിൻ ഭാഷ വന്നപ്പം അവരതിന് വേറെ പരിഭാഷയാണ്. അതുകൊണ്ട് ചില പേരുകളൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഈ വേദപുസ്തകത്തിലെ പേരുകൾ മലയാളത്തിലുള്ള ബൈബിളിലാണ് ക്ലിയറായിട്ട് യഹൂദൻ്റെ പേരുകളൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. അവർ പറയുമ്പോൾ അവർ വേറെ പ്രൊനൗൺസിയേഷനാണ്. അപ്പം നമ്മുടെ ബൈബിൾ, പഴയ ബൈബിളുകൾ സത്യത്തിൽ കറക്റ്റ് ട്രാൻസ്ലേഷനാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ 8-ാം സങ്കീർത്തനമൊക്കെ പറയുന്നുണ്ട്, ദൈവം മനുഷ്യന് ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവന് കൊടുത്തിരിക്കുന്നു. എന്നാൽ ഇംഗ്ലീഷ് ബൈബിളിൽ അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. ചില ബൈബിളിൽ അവർ ദൈവദൂതന്മാരെക്കാട്ടിലും അല്ല, നമ്മൾ ദൈവത്തെക്കാട്ടിലും ദൂതന്മാരെക്കാട്ടിലും ഉന്നത പദവിയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ട്രാൻസ്ലേഷനകത്ത് മലയാളം ട്രാൻസ്ലേഷനാണ് മോർ കറക്റ്റ്. അതുകൊണ്ട് ഞാൻ അതേ ബേസ് ചെയ്താണ് ഇന്ന് പറയുന്നത്. അതിനു മുമ്പിൽ കർത്താവ് ആജ്ഞ കൊടുക്കുന്നു, സുവാർത്താ ദൂതികൾ വലിയൊരു ഗണമാകുന്നു, സൈന്യങ്ങളുടെ രാജാക്കന്മാർ ഓടുന്നു ഓടുന്നു, വീട്ടിൽ പാർക്കുന്നവൾ കവർച്ച പങ്കിടുന്നു. നിങ്ങൾ തൊഴുത്തുകളുടെ ഇടയിൽ കിടക്കുമ്പോൾ പ്രാവിൻ്റെ ചിറക് വെള്ളി കൊണ്ടും അതിൻ്റെ തൂവലുകൾ പൊന്നുകൊണ്ടും പൊതിഞ്ഞിരിക്കുന്നത് പോലെ ആകുന്നു. 68-ാം സങ്കീർത്തനം 11, 12, 13 3 വാക്യങ്ങളും പ്രധാനപ്പെട്ടവയാണ്. ദൈവം എഴുന്നേൽക്കുന്നു. കർത്താവിനെ എഴുന്നേൽപ്പിച്ച് നമ്മൾ കഴിഞ്ഞ 2 ദിവസം കൊണ്ട് ദൈവത്തിൻ്റെ പെട്ടകം നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ ഹൃദയത്തിലായി എന്ന് നമ്മൾ വിശ്വസിച്ച്, അപ്പോൾ നമ്മൾ ജേക്കബ്സ് ലാഡറിൽ കയറുകയാണ്. വി ആർ റിയലി ക്ലൈംബിങ് അപ്പ്. മേളിലോട്ട് കയറിയ ഒരാൾക്ക് താഴോട്ടിറങ്ങാൻ ഒക്കത്തില്ല. ബിക്കോസ് ദർ ആർ സെയിൻസ് സ്റ്റാൻഡിങ് ബിഹൈൻഡ്. അതുകൊണ്ടാണ് മുകളിലുള്ളവർക്കും താഴെയുള്ളവരും ദൈവത്തിൻ്റെ വെളിപ്പാട് അല്ലെങ്കിൽ സത്യങ്ങൾ അറിയുന്നവർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ താഴെ വീണു പോകത്തില്ല. ബിക്കോസ് ഇറ്റ്സ് കോൾഡ് ആൻ അക്കൗണ്ടബിലിറ്റി. നമ്മൾ അന്യോന്യം ബലപ്പെടുത്തും. അതിനാണ് ചർച്ചുകൾ, സഭകൾ, കൂട്ടായ്മകളൊക്കെ ഉപയോഗിക്കുന്നത്. നമുക്ക് തന്നെ വേണമെങ്കിൽ ദൈവത്തോട് വളരാം. അങ്ങനെ തന്നെ വളരുന്നവരുടെ ബുക്കുകളല്ലേ യോഹന്നാനൊക്കെ തന്നെയാണല്ലോ പത്മോസിൽ ദ്വീപ് വെച്ച് വചനം എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതും ഉണ്ട്. പക്ഷെ നമ്മളെപ്പോലുള്ളവർക്ക് ദൈവസാന്നിധ്യത്തിന് ഈ സഭകളുടെ അത്യാവശ്യമുണ്ട്, ചർച്ച് അത്യാവശ്യമുണ്ട്, കൂട്ടായ്മ അത്യാവശ്യമുണ്ട്. അപ്പം ദൈവം പറയുന്നു, ദൈവത്തെ എഴുന്നേൽപ്പിക്കാൻ നിനക്ക് കഴിവുണ്ടോ? ഉണ്ടെങ്കിൽ ദൈവം പറയുന്നു, കർത്താവ് ആജ്ഞ കൊടുക്കുന്നു, സുവാർത്താ ദൂതുകൾ അനേകം, വലിയൊരു ഗണം. അപ്പം ദൈവം ഒരു നല്ല വാർത്ത കൊടുത്താൽ, അതായത് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയത്തിന് നമ്മൾ ജയമെടുക്കാറ്, ഒരിക്കലും സൗഖ്യമാകത്തില്ല എന്ന് വിചാരിക്കുന്ന ഒരു ക്യാൻസർ നമ്മുടെ പ്രാർത്ഥന കൊണ്ട് ദൈവം കടന്നു വന്ന് സൗഖ്യമാക്കിയെന്ന് നമ്മൾ കാണുക. അതിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ആഹ്ലാദിക്കുന്ന കൂടെ നിന്ന് പ്രാർത്ഥിക്കുന്നവരാണ്. കാരണം ദേ ഹാവ് പുട്ട് ദെയർ ടൈം ആൻഡ് എഫേർട്ട് ഇൻ ടു ഇറ്റ്. അതുപോലെ നമ്മുടെ മക്കളുടെ നന്മ കാണുമ്പോൾ അതിലേറ്റവും സന്തോഷിക്കുന്നത്, അവരെക്കാട്ട് സന്തോഷിക്കുന്ന മാതാപിതാക്കൾ. ബിക്കോസ് വി പുട്ട് അവർ എനർജി ഇൻ ടു ഇറ്റ്. അപ്പം ദൈവം ആജ്ഞ കൊടുക്കുമ്പം ഒരു വലിയൊരു ഗണം അതിൻ്റെ കൂടെ സന്തോഷിക്കുന്നു. എന്ത്? ദൈവത്തിൻ്റെ ജനം സന്തോഷിക്കുമ്പോൾ ശത്രു രാജാക്കന്മാർ ഓടിപ്പോകും. അവൻ എത്ര വലുതെന്ന് വിചാരിച്ചാലും അവൻ നശിച്ചു പോകും. പിന്നെ ദൈവം പറയുന്നത് എന്തുവാ? വീട്ടിൽ പാർക്കുന്നവൾ കവർച്ച പങ്കിടുന്നു. ഈ ബറാഖ താഴ്വരയുടെ അവസ്ഥയിലൊക്കെ നമ്മൾ ദാവീദ് യുദ്ധം ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് യുദ്ധത്തിൽ വലിയ ജയമുണ്ടായിട്ട് ശത്രുവിനെ പൂർണ്ണമായിട്ട് നശിപ്പിച്ചു കഴിഞ്ഞപ്പം 3 ദിവസത്തേക്ക് അവർക്ക് അതിൻ്റെ കൊള്ളയെടുക്കാനും മാത്രം ഉണ്ടായിരുന്നു. ഏതൊരു യുദ്ധത്തിലും നമുക്ക് യുദ്ധം കഴിയുമ്പോൾ അവർ കൊണ്ടുവന്ന സാധനം എല്ലാം ഇട്ടേച്ചു പോകും, നമുക്ക് എടുക്കാൻ സാധിക്കും. ദാറ്റ്സ് കോൾഡ് ദ പ്ലണ്ടർ.
അതായത് കൊള്ള എന്നതിന് പറയുന്നത്. ആ കൊള്ളയെടുക്കാനും മാത്രം നമ്മുടെ ജീവിതത്തിൽ കർത്താവ് കടന്നു വന്നിട്ടുണ്ട് എങ്കിലും നമ്മളോട് ആരെങ്കിലും ഇത് വിളിച്ചു പറയുന്നില്ല എങ്കിൽ എൻ്റെ അനുഗ്രഹം എല്ലാവരും എടുത്തുകൊണ്ട് പോകാൻ സാധ്യതയുണ്ട്. ബിക്കോസ് ദുഷ്ടപിശാച് ദൈവമക്കൾക്ക് ദൈവം അയക്കുന്ന അനുഗ്രഹങ്ങൾ നമ്മുടെ കയ്യിൽ കിട്ടുന്നതിന് മുമ്പേ അവൻ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ദൈവം പറയുന്നത് ജാഗ്രതയോടെ പ്രാർത്ഥിക്കാൻ. ഒരു സത്യം, ജാഗ്രതയോടെ എപ്പോഴും നമുക്ക് വിഷമം വരുമ്പം പ്രാർത്ഥിക്കാൻ സാധിക്കത്തില്ല. ബട്ട് ഐ നോട്ടീസ്, എനിക്ക് ആത്മാവിൽ എന്തെങ്കിലും ഒരു ക്ഷീണമോ പ്രയാസമോ അല്ലെങ്കിൽ സംശയമോ തോന്നുമ്പം ആ ഒരു വിഷയത്തെ തന്നെ പരാമർശിക്കാൻ കഴിവുള്ള ഒരാളെ എൻ്റെ വീട്ടിലോട്ട് ദൈവം അയക്കും. 1 മണിക്കൂർ ഞങ്ങൾ സംസാരിക്കും, വചനം എടുക്കും. അതോടുകൂടി എൻ്റെ ഉള്ളിൽ ഈ മഞ്ഞ് ഉരുകിപ്പോകുന്ന പോലെ എൻ്റെ സംശയങ്ങൾ ഉരുകിപ്പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ ഞാൻ പലപ്പോഴും ഫോൺ എടുക്കുമ്പോൾ കർത്താവിനോട് ആത്മാവ് പറയും ഇന്ന ആളെ ഒന്ന് വിളിക്കുക. ഒരുപക്ഷെ അവർക്ക് അത്യാവശ്യമുള്ള സമയത്ത് ആരും ഇല്ല എന്ന് വിചാരിക്കുമ്പോൾ നമ്മളൊരു ടെലിഫോൺ എടുക്കും. എടുത്ത് വെച്ചാൽ അവരെന്താണ് അവിടെ പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ടല്ലേ ദൈവം തോന്നിച്ചിട്ട് ഞാനൊന്ന് വിളിച്ചതാണ്. അവർക്ക് അന്നേരം ആയിരിക്കും ആ കറക്റ്റ് ടൈമിൽ ആവശ്യമുള്ളത്. എത്ര പേർക്ക് ഈ നഡ്ജിങ് അല്ലെങ്കിൽ എത്ര പേരോട് ദൈവം പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ട് കേൾക്കാത്തവരുണ്ട്. സുവാർത്ത ദൂതുകൾ ഇഷ്ടംപോലെ നല്ല വാർത്ത ഒരു ഗണമായിട്ട് നമ്മൾ വന്ന് പറയുമ്പം കർത്താവ് പറയുകയാണ് ഒരു ജയിച്ച യാത്രയാണ് നമുക്കുള്ളത്. ശത്രുവിൻ്റെ പ്ലാൻ ദൈവം നശിപ്പിച്ചിരിക്കുന്നു. അവൻ എന്തെല്ലാം ആലോചന കൊണ്ടുവന്നാലും ദാവീദ് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചില്ലേ, അവൻ്റെ സകല ആലോചനകളും അഹീതോബിൻ്റെ ആലോചന പോലെ നിഷ്ഫലമായി പോകട്ടെ. ഇതൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറയും. പിന്നെ ഇൻ ഇറ്റ്സ് കൺസെപ്ഷൻ ഇറ്റ്സെൽഫ് ലെറ്റ് ദ ഡെവിൾസ് പ്ലാൻ ബി ഡിസ്ട്രോയിഡ്. ദുഷ്ടൻ്റെ ആലോചനകൾ അതിൻ്റെ ഗർഭപാത്രത്തിൽ ഉണ്ടാകുന്നതിന് മുൻപേ നശിച്ചു പോകട്ടെ. എന്തിനാ ഇത് പറയുന്നത്? അത് ദൈവം ഏറ്റെടുക്കുകയാണ്. ഭൂമിയിൽ നമ്മൾ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും, ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിലായി. അപ്പം ദ പവർ ഈസ് ഗിവൺ ആർ ഡിപ്പോസിറ്റഡ് ടു അസ്. അതുകൊണ്ട് ആ ഉപനിധി എൻ്റെ ഉള്ളിലാണ് വെച്ചത്. ഉപനിധി എന്ന് പറയുന്നത് ഡിപ്പോസിറ്റാണ്. ആ ഡിപ്പോസിറ്റ് എന്താണ്? ഹോളി സ്പിരിറ്റാണ്. ആ പരിശുദ്ധാത്മാവ് പറയുമ്പോൾ അയ്യോ വല്ലവരും കേൾക്കുമെന്ന് വിചാരിച്ചിട്ട് എനിക്ക് എൻ്റെ എത്ര ഫ്രണ്ട്സ് ഉണ്ടെന്നറിയാം. മറ്റുള്ളവർ മുമ്പിൽ പറയാൻ വേണ്ടി ഒരു ബാത്റൂമിൽ ചെന്നിട്ടെങ്കിലും ഉറക്ക വിളിച്ച് പറയും. അല്ല, എനിക്കറിയാവുന്ന ഫ്രണ്ട്സ് ഉണ്ട്, വീടിൻ്റെ ഈ ദൂരെ താമസിക്കുന്ന ചുറ്റുപാട് ആളുകൾ, അവർ വീടിൻ്റെ മുകളിൽ കയറിയിരുന്നിട്ട് ഉറക്ക വിളിച്ച് പറയും. കാരണം ദിസ് നീഡ് ടു ബി പ്രൊനൗൺസ്ഡ്. ദൈവം പോലും പറഞ്ഞിട്ടാണ് കാര്യങ്ങളെന്ന്. ഗോഡ് സെഡ്, ദൈവം പറഞ്ഞു സംഭവിച്ചു. ദൈവം പറഞ്ഞു ഉണ്ടായി. ഗോഡ് സെഡ്, അത് സംഭവിച്ചു. ആകാശവിധാനത്തിൽ നക്ഷത്രങ്ങൾ ഉണ്ടാകട്ടെ, സൂര്യചന്ദ്രന്മാരുണ്ടാകട്ടെ പറഞ്ഞു. ആകാശം ഭൂമിയിൽ വെള്ളത്തിൽ നിറച്ച് മത്സ്യങ്ങളും ജീവികളും ഉണ്ടാകട്ടെ. ഉടനെ നാൽക്കാലി ഉണ്ടാകട്ടെ, വൃക്ഷങ്ങളുണ്ടാകട്ടെ, അതത് വിത്തുണ്ടാകുന്ന വൃക്ഷങ്ങളും മൃഗങ്ങളും ഉണ്ടാകട്ടെ. ഇവയെല്ലാം പറയുമ്പോൾ ദ പവർ ഈസ് വിതിൻ ദ വേർഡ്. അതുമാണ് എബ്രായ ലേഖനം 1:3 ദൈവത്തിൻ്റെ ഈ സകല കാര്യങ്ങളും ഭൂമിയിലും ഭൂതലത്തിലുള്ള സകല കാര്യങ്ങളും ഈ സസ്റ്റെയിൻഡ് ബൈ ദ പവർ ഓഫ് ദ വേർഡ്. ഇത് തലയിലെ ആരുടെ ആത്മാവ് മനസ്സിലാക്കി തരുന്നെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് പറയുകയാണ്. ഈ എബ്രായ ലേഖനം 1:3 പറയുന്നത് ഭൂമിയും ഭൂതലത്തിലും സ്വർഗത്തിലും ഉള്ളതുപോലും സകലതും സസ്റ്റെയിനിങ്, അതായത് അതിനെ കാത്തു സൂക്ഷിച്ച് പരിപാലിച്ചത് ചെയ്യിപ്പിക്കുന്നത് വചനമാണ്. അതുകൊണ്ട് വചനം പറയുന്നു ശത്രുവിൻ്റെ പ്ലാൻ ഇന്ന് നശിച്ചു പോയിരിക്കും. ദൈവം നമുക്ക് ജയം തന്നിരിക്കുന്നു. കർത്താവ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. അപ്പം ഐ ആം ദ റിസറക്ഷൻ ആൻഡ് ദ ലൈഫ് എന്ന് യേശുവിന് മാത്രമേ പറയാൻ സാധിക്കത്തുള്ളൂ. വേറെ ഒരാൾക്കത് പറയാനൊക്കത്തില്ല. ആർക്കെങ്കിലും പറയാൻ നമ്മൾ ചിന്തിച്ച് നോക്കി, ഒറ്റ വ്യക്തിക്ക്, ഒരു വിശുദ്ധന് ആർക്കും അത് പറയാനൊക്കത്തില്ല. ഏത് മതമായിക്കോട്ടെ, എവിടെ നമ്മൾ നോക്കിയാലും ദൈവം പുത്രനായിട്ട് അയച്ച യേശു മാത്രമേ പറയുന്നുള്ളൂ ഐ ആം ദ റിസറക്ഷൻ ആൻഡ് ദ ലൈഫ്. ഞാനാണ് ജീവനും പുനരുദ്ധാനവും. അപ്പം ഈ ജീവനെന്ന് പറയുമ്പോഴേ ഈ മരണത്തെ മാറ്റി അല്ലെ ഇരുട്ടിനെ മാറ്റി വെളിച്ചമയക്കുന്ന സൂര്യപ്രകാശമാണ് ദൈവത്തിൻ്റെ ആത്മാവായിട്ട് കിടക്കുന്നത്. ഇപ്പം സൂര്യനെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ദൈവത്തിൻ്റെ മോർണിംഗ് സ്റ്റാർ എന്നാണ് വിളിക്കുന്നത്. അതായത് ക്രിസ്തുവാകുന്ന ഉദയ നക്ഷത്രം നമുക്ക് വേണ്ടി കടന്നു വന്നിരിക്കുകയാണ്. അവൻ്റെ വചനം പറയുന്നതിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. അപ്പം വി ആർ ഇൻ എ ഹോളി വാർ. അറിഞ്ഞോ അറിയാതെയോ ഒരു വിശുദ്ധ യുദ്ധത്തിലാണ് നമ്മളിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഒത്തിരി ദൈവത്തെ വിളിക്കുന്നവർക്ക് കഷ്ടം വരുന്നത്? ഒരു ചോദ്യമാണ്. ഒത്തിരി വിളിക്കുന്നവർക്ക് കൂടുതൽ ചുമടുണ്ടല്ലോ. ഇപ്പം വലിയ ശക്തിയുള്ള കുതിരയുടെ പുറത്ത് ഒരു 100 കിലോ കയറ്റി വെക്കും.
ഒരു ജീവനില്ലാത്ത ഒരു ചെറിയ കുതിരയാണ് 10 കിലോ കയറ്റി വെക്കും, ഇല്ലേ? കറക്റ്റല്ലേ? അതിനെന്താ 100 കിലോ കയറ്റി വെക്കാൻ ഈ വലിയ ആ കുതിരയ്ക്ക് അത് സാധിക്കും. ആ പ്രിൻസിപ്പിൾ തന്നെയാണ് ദൈവവചനത്തിലോട്ട് അടുക്കും തോറും പരീക്ഷണങ്ങളും പ്രശ്നങ്ങളും കൂടുതൽ ഉണ്ടാകുമെങ്കിലും പകൽ മേഘസ്തംഭമായിട്ടും രാത്രി അഗ്നിത്തൂണായിട്ട് നിന്ന് ദൈവത്തിന് മഹാശക്തി തക്ക സമയത്ത് ചെങ്കടലിനെ 2ആയിട്ട് മുറിക്കുന്ന ദൈവം, അത് യോർദാനെ 2ആയിട്ട് മാറ്റുന്ന ദൈവം നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നതായിട്ട് കാണും. ഇറ്റ് ഈസ് മേ ബി അറ്റ് ദ ലാസ്റ്റ് മിനിറ്റ്, 12th hour എന്ന് പറയും, 12-ാം മണി നേരത്ത് കടന്നെന്ന് പറയും, ശരിയല്ലേ? അതെന്താ 12-ാം കഴിയുമ്പോഴത്തേക്കും ഈ ചെങ്കടൽ 2ആയിട്ട് മുറിച്ചപ്പോൾ നമ്മൾ കാണുന്നില്ല എന്താണ്? അത് പുറകിൽ ശത്രു, മുൻപിൽ കടൽ. എങ്ങനെ പോകും? ജീവൻ അപായത്തിലാകും. അപ്പോഴേ ഇവർക്കും പുറകിലുമായിട്ട് ഇരുട്ട് കർത്താവുണ്ടാക്കി, ഇവർക്ക് വെളിച്ചം കൊടുത്തു. അങ്ങനെ രാത്രി മുഴുവനും ചെങ്കടൽ 2ആയിട്ട് പിളർന്ന് ഉണങ്ങിയ നിലത്തോടുകൂടി അവർ അക്കരെ കടക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇതല്ലേ നമ്മുടെയും ജീവിതം? ഇത് അവനവനറിയണം. കുടുംബത്തിൽ നിന്ന് നമ്മൾ സ്ത്രീകൾ വീട്ടിനകത്തിരുന്ന് കൊള്ള പങ്കിടാൻ തക്കവണ്ണം വചനത്തിൻ്റെ ശക്തിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ ജയം നിശ്ചയമാണ്. വേദപുസ്തക അടിസ്ഥാനത്തിൽ ജയം നിശ്ചയമാണ്. ചില കാര്യങ്ങൾക്ക് നമുക്ക് ഉത്തരം കിട്ടിയില്ല എന്ന് പറഞ്ഞ് വചനം തെറ്റുന്നില്ല. ആ സാഹചര്യത്തിൽ നമ്മളും ദൈവമായിട്ടുള്ള ബന്ധം കറക്റ്റ് ആകാഞ്ഞതായിരിക്കും, അല്ലെങ്കിൽ ദൈവത്തിന് വേറെ പ്ലാൻ കാണും. അതെനിക്കറിഞ്ഞുകൂടാ. എല്ലാത്തിനും ഈ വേദപുസ്തകം എബ്രായ ലേഖനം വായിക്കുമ്പോൾ 11-ാം അധ്യായം വായിക്കുമ്പം ചിലരൊക്കെ ദൈവം പ്രാഗ്ദത്തം ചെയ്ത് അവരുടെ ജീവിതത്തിൽ കാണാതെ മരിച്ചിട്ടുണ്ടെന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷെ ദൈവത്തിൻ്റെ വചനത്തിന് തെറ്റുപറ്റുന്നില്ല. ആകാശവും ഭൂമിയും അഴിഞ്ഞു പോയാലും ദൈവത്തിൻ്റെ വചനം നമുക്ക് അനുകൂലമായി തന്നെയാണ് നിൽക്കുന്നത്. ദൈവം എഴുന്നേൽക്കുന്നു, ശത്രുക്കൾ ചിതറും. അവനെ എഴുന്നേൽപ്പിക്കാൻ തക്കവണ്ണം ശക്തമായി പ്രാർത്ഥിക്കാൻ കഴിവുള്ള കുറേ സ്ത്രീകൾ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വിശുദ്ധ യുദ്ധത്തിൽ ശക്തമായിട്ട് നമുക്ക് മുൻപോട്ട് നീങ്ങാം. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, നിൻ്റെ മുൻപിലേക്ക് വന്ന് നിൽക്കുമ്പോൾ അമിതമായ ദൈവശക്തി ഭവനങ്ങളിലിരിക്കുന്ന സ്ത്രീകൾക്ക് ഇട്ടുകൊടുത്താൽ അവർക്ക് ശരിയായിട്ട് പ്രാർത്ഥിക്കാൻ ഒക്കും. നാരീജനത്തിൽ ജ്ഞാനിയായവളെന്ന് ദെബോറയെക്കുറിച്ച് പറയുന്നത് കേട്ടു. അങ്ങനെ നമ്മൾ സ്ത്രീജനങ്ങളിൽ ജ്ഞാനിയായ സ്ത്രീ എന്ന് ചിലരെയൊക്കെ വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ സദൃശ്യവാക്യം 31 പറയുന്നു, സാമർഥ്യമുള്ള സ്ത്രീ അല്ലെ സാമർഥ്യമുള്ള ഭാര്യ ആർക്ക് കിട്ടുമെന്ന്. ഇതൊക്കെ ദൈവം നിയോഗിച്ചാക്കുന്നതാണ്. ആർക്കാണിത് വചനം കേൾക്കുമ്പോൾ ആത്മാർത്ഥമായിട്ടും സാമർഥ്യമുള്ളവളായി തീരണം എന്നുള്ളൊരു ഉത്തേജനം ഇതിനോട് കെട്ടണം. ഉറങ്ങിക്കിടക്കാതെ അറിയാവുന്ന വചനം വെച്ചിട്ട് ദൈവസന്നിധിയിലേക്ക് കടന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ കമന്ന് കിടന്ന് പ്രാർത്ഥിച്ച് കാര്യങ്ങൾ നേടുന്ന എത്രയോ സ്ത്രീകളുണ്ട് കർത്താവേ. അതുകൊണ്ടാണല്ലോ സ്ത്രീകളിൽ ജ്ഞാനമുള്ളവൾ ഭവനം പണിയുന്നു, 7 തൂണുകൾ കൊണ്ട് അവൾ ഭവനം പണിയുന്നു. സ്ത്രീകളിൽ ഭോഷത്വമായവളോ അതിനെ പൊളിച്ചു കളയുന്നു. അതുകൊണ്ടാണല്ലോ വീട്ടിലിരിക്കുന്നവൾ കവർച്ച പങ്കിടാൻ തക്കവണ്ണം ഞങ്ങളുടെ അന്തരാത്മാവിനെ ഒന്ന് തട്ടി ഉണർത്തണമേ. ഉറങ്ങിക്കിടക്കാതെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ, തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, വഴി മാറി നടക്കുന്ന കുഞ്ഞുങ്ങൾ തിരിച്ചു വന്ന് നിന്നിൽ ഉറയ്ക്കുന്നിടം വരെ, പറയാവുന്ന ക്രിസ്തുവിൽ വീട് പണിഞ്ഞ് തീരുന്നിടം വരെ ഉറച്ചു നിൽക്കാനുള്ള കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനത് ചെയ്യുന്നതിനാൽ സ്തോത്രം. അവിടുന്ന് തുടങ്ങിയ പ്രവൃത്തി പൂർത്തീകരിക്കാൻ അവിടുന്ന് വിശ്വസ്തൻ. ഹി ഹു ബിഗാൻ എ ഗുഡ് വർക്ക് ഇൻ us ഈസ് ഫെയ്ത്ത്ഫുൾ ടു കംപ്ലീറ്റ് ഇറ്റ്. അതെ, അവിടുന്ന് പൂർത്തീകരിക്കാൻ വിശ്വസ്തനാകിയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, നിൻ്റെ സാന്നിധ്യത്തിൽ ജയത്തിൻ്റെ വെള്ളക്കൊടി ഉയർത്തിക്കഴിഞ്ഞിരിക്കുന്നതിന് നന്ദിയോടെ സ്തോത്രം. യഹോവ നിസി, കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെയും ജയത്തിൻ്റെയും കൊടി ഉയർത്തി കഴിഞ്ഞിരിക്കുന്നതിന് നന്ദി പറയുന്നു. ഇന്നു മുതൽ ദൈവത്തിൻ്റെ വചനാടിസ്ഥാനത്തിൽ അനുഗ്രഹ ജീവിതത്തിലേക്ക്, ദൈവശക്തിയിലേക്ക് മുൻപോട്ട് കയറാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ. കുടുംബമായിട്ട് തലമുറയായിട്ട് നിന്നെ അറിയുന്നവരായിട്ട് മാറ്റാൻ നീ ഞങ്ങൾക്ക് കഷ്ടങ്ങളും പ്രയാസങ്ങളും തരുന്നത് നന്ന്. അതിനാൽ നിൻ്റെ ചട്ടങ്ങളെ ഞങ്ങൾ പഠിച്ചു എന്ന് പറയാൻ ഞങ്ങളുടെ തലമുറകൾക്ക് ഇടയാക്കണമേ. നാഥൻ അവരെ ശരിയായിട്ട് ഡിസിപ്ലിൻഡ്, ശരിയായ ശിക്ഷണ കൊടുത്ത് പഠിപ്പിച്ചു കൊണ്ടുവരുന്നതിന് നന്ദിയോട്. അപ്പച്ചൻ്റെ കയ്യിൽ നിന്ന് അവരെങ്ങോട്ട് പോകാൻ അപ്പച്ച അവരെ നീ കൊണ്ടുവരുന്നതിനാൽ സ്തോത്രം. പ്രാർത്ഥനയുടെ ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ, ആമേൻ.